ഓണമൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സപ്ലൈകോയ്ക്ക് പോണ വഴിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വന്ന പുതിയ പാലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പുതിയ പാലം എന്ന് എല്ലാവരും പറയാം. ഇത് നോക്കിയേ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ, അപ്പുറത്തും ഇപ്പുറത്തും പാടമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ വന്ന് ചില്ലടിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ഞങ്ങൾ സപ്ലൈകോ എത്തിയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടോ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ലേമൊക്കെ കടിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വരുന്നത്. തിരിച്ച് വന്ന് വീടെത്തി ബില്ല് കാണിച്ചു കൊടുത്തത് മേട്ടൻ്റെ പുക പോയിട്ടോ. മൊത്തം 2500 രൂപ. എൻ്റെ പൊന്നേ, എന്നെ വിടാണ്ട് ഞാൻ പോയി വാങ്ങിയാൽ മതിയായിരുന്നു. ശരി, കാര്യമില്ല, എനിക്ക് കുറച്ച് ദിവസത്തിന് സാധനങ്ങളൊന്നും വാങ്ങണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ ഡപ്പയാണ്. 300 ചില്ലറ രൂപ വരുന്ന ഡപ്പയാണ്. അപ്പോൾ വലുതൊട്ട് ചെറുത് വരെ എല്ലാ പീസും ഉണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളായ ഡപ്പികളാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഡപ്പിയിലും ആക്കി ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഷെൽഫിലും അടുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മാങ്ങ അച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ പരിപ്പും ബീഫ് ഫ്രൈയും കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ടു. ചോറുണ്ട് കഴിഞ്ഞത് ഏട്ടൻ റംബൂട്ടാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊന്നും എടുത്ത് നിന്ന് കുറച്ച് ഐസ്ക്രീം കഴിച്ചു. പിന്നെ നേരെ ഉണ്ണിനെ വിളിക്കാൻ പോയി. അവൻ അവിടെ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ കേട്ടോ, അംഗൻവാടിയിൽ. അങ്ങനെ എന്നെ കണ്ടതും വേഗമൊക്കെ എടുത്തിട്ട് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞാൻ ഞങ്ങൾ വീടെത്തിയത് അവൻ്റെ കുറുമ്പ് തുടങ്ങിയിട്ട്. ചോറ് വെക്കണ അരിയൊക്കെ വാരി നിലത്തിട്ടിരിക്കുക, ചീത്ത പറഞ്ഞതിന് പണങ്ങി നിൽക്കുക. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തി സമാധാനമൊക്കെ പെടുത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.